ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. അതിന് മുന്നൊരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന റീഡിംഗ് ആണ്. ഇവിടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരു എനർജി അല്ല, ഡിഫറെൻ്റ് എനർജിയാണ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുകയാണെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ വിട്ട് കളയാം. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയുമാണ്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. 5th ഫുൾ മൂണാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക. ഒരു ദിവസം കൂടെ ഉള്ളൂ. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളിലേക്ക് സാധിക്കും. അടുപ്പിച്ച് 3 ദിവസം പ്രാർത്ഥിക്കണം കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, 3 ദിവസം പ്രാർത്ഥിക്കുകയാണെങ്കിൽ നല്ലതാണ്. പറ്റുമെങ്കിൽ നല്ല രീതിയിൽ വ്രതമെടുക്കാൻ ശ്രമിക്കുക. നോൺ വെജൊക്കെ കഴിക്കാണ്ട് വ്രതമെടുത്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് 3 ആഗ്രഹങ്ങൾ പ്രാർത്ഥിക്കാം, അഫർമേഷൻ ചെയ്യാം. അത് സാധിച്ചതായിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് താങ്ക് യു പറയുക. നിങ്ങളിലേക്ക് എന്താണ് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് എന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുമോ? നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളുടെ എനർജി നമുക്ക് നോക്കാം. ഇവിടെ പോസിറ്റീവ് തിങ്കിങ് ആണ് ആവശ്യം. ടു ഓഫ് പെൻഡക്കിളാണ് കിട്ടിയിട്ടുള്ള കാർഡ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ബാലൻസ് തരുവാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു, ഒരു ഇക്വിലിബ്രിയം തരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് സെപ്പറേഷനിലായിരുന്ന നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒന്നിക്കാൻ പോവുക എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ തന്നെയാണ് പോകുന്നത്. ഈ ഒരു കാർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒറക്കലിലേക്ക് എടുക്കാം. പോസിറ്റീവായിട്ടാണ് തിങ്ക് ചെയ്യേണ്ടത്. യൂണിവേഴ്സ് നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നു. എന്താണ് യൂണിവേഴ്സ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർക്ക് നൽകുന്ന സൈൻ? ഏതെങ്കിലും രീതിയിലുള്ള സയൻസ് അവർക്ക് കാണിച്ചു കൊടുക്കാം. സ്പേസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഐ നീഡ് മോർ ടൈം ടു തിങ്ക്. നിങ്ങളുടെ എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കൊരു ബാലൻസ് തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി സമയം യൂണിവേഴ്സിനോട് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോട് ചോദിക്കുന്നുണ്ട്. ഇന്ന് കാണുവാനായിട്ട് അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും കാണുവാനും സംസാരിക്കാനും അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ചോദിച്ചിട്ടുണ്ടാവണം, കുറച്ചുകൂടി സമയം എനിക്ക് ആവശ്യമാണ്. ഈ റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്ക് വന്നപ്പോൾ, ഒരു സെപ്പറേഷൻ വന്നപ്പോൾ, ഒരു നോ കോണ്ടാക്റ്റ് വന്നപ്പോൾ നിങ്ങൾ അത്രമാത്രം വേദനിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുമ്പോൾ ഇനി പോയാലോ എന്നുള്ള ഭയം നിങ്ങളിലുണ്ട്. അതുകൊണ്ടായിരിക്കണം ഇവിടെ സ്പേസ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ കുറച്ചും കൂടി സമയം അവരോട് ചോദിക്കുന്നത്. നല്ലതുപോലെ ആലോചിച്ച് തന്നെയാണ് നിങ്ങൾ തീരുമാനമെടുക്കാനായിട്ട് പോകുന്നത്, അല്ലേ? ലൈഫിൽ നല്ലതുപോലെ ആലോചിച്ച് വേണം തീരുമാനമെടുക്കാനായിട്ട്. ഒറ്റൊരു ജീവിതമേ ഉള്ളൂ. നമ്മൾ അറിഞ്ഞുകൊണ്ടുള്ള ജീവിതം എന്ന് പറയുന്നത് ഈ ഒരു ജീവിതമേ ഉള്ളൂ. അതിൽ ഇനിയൊരു തെറ്റ് പറ്റിക്കൂടാ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവർ നല്ലതുപോലെ ആലോചിച്ചുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്ത് വേണം എന്നുള്ളൊരു ഡിസിഷൻ എടുക്കാം. കുറച്ച് സമയം അവരോട് ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, നല്ലൊരു കാര്യം തന്നെയാണ്. എടുത്തു ചാടി ഇനിയൊന്നും ചെയ്യരുത് എന്ന് തന്നെയായിരിക്കണം യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്, നിങ്ങളിലൂടെ ചിന്തിപ്പിക്കുന്നത്. എന്താണ് സെക്കൻഡ് കാർഡ്? എംപററാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. കുറച്ച് നിലപാടോടുകൂടിയ കൂടി തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ തീരുമാനമെടുക്കുന്നത്. കോൺഫിഡൻസ് ആയിട്ട്, ഒരു എംപററെ പോലെ, ഒരു രാജാവിനെ പോലെ എന്നൊക്കെ പറയില്ലേ, തീരുമാനത്തിൽ മാറ്റമില്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത്. കാരണം ഒരു ബാലൻസ് നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ഇനി ഒരു മടങ്ങിപ്പോക്കില്ല എന്ന് തന്നെയാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ അവരുടെ നിലപാടെന്ന് പറയുന്നത്, അവരുടെ തീരുമാനമെന്ന് പറയുന്നത് ഉറച്ച തീരുമാനമാണ്. ഓക്കെ, ഈ കാർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒറക്കലിലേക്ക് എടുക്കാം.
സീക്രട്ട് എന്നാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ അവർക്ക് പറയാനായിട്ട് ആഗ്രഹമുണ്ട്. ഐ ഹാവ് ഇൻ ടോൾഡ് യു എവറിത്തിങ്. കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ സെപ്പറേഷൻ വന്നത്? എന്തൊക്കെയാണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചത്? ആരൊക്കെയാണ് നിങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചത്? അവർ നിങ്ങളോടെല്ലാം പറയും. അപ്പോൾ അവരുടെ മനസ്സിലുള്ള ആ ഒരു രഹസ്യത്തെ അവർ പരസ്യമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പരസ്യമെന്ന് പറയുമ്പോൾ എല്ലാവരോടല്ല കേട്ടോ, നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. നെക്സ്റ്റ് കാർഡ് എന്തെന്ന് നോക്കാം. ഫൈവ് ഓഫ് പെൻറ്റക്കിളാണ് നിങ്ങളുടെ എനർജിയാണ്. ഇവിടെ പെൻറ്റക്കിൾ കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിനാൻഷ്യൽ പരമായിട്ടുള്ള ഒരു കാര്യത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഒരു സ്റ്റക്ക് എനർജി നിങ്ങളിൽ കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഫിനാൻഷ്യലായിട്ട് നോക്കുകയാണെങ്കിൽ, സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങളിൽ ഒരു ലോസ് വന്നിട്ടുണ്ട്. ആ ഒരു കാര്യം കാരണം ഒരു ഹെൽത്ത് ഇഷ്യൂസും കാണിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ നിങ്ങൾക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ടുണ്ട്, കുറേ നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ ആവലാതിപ്പെടുക പറയില്ലേ? അതാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങൾ സമ്പാദിച്ച ഒരു പൈസയിൽ നിന്ന്, നിങ്ങൾ നേടിയെടുത്ത സമ്പാദ്യത്തിൽ നിന്ന് ഇവിടെ നഷ്ടമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ യൂണിവേഴ്സിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷൻ മാറിക്കിട്ടാനായിട്ട്. എന്നാൽ യൂണിവേഴ്സ് ഫൈവ് ഓഫ് പെൻറ്റക്കിളോട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് നിങ്ങൾക്കുള്ള അവസരം. സാമ്പത്തികപരമായിട്ട് മുന്നേറണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് അതിനുള്ള ടൂള്. ആ ഡോർ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. നിങ്ങൾ ആരുടെ മുന്നിലും തലകുമ്പിട്ട് നിൽക്കേണ്ട ആവശ്യകതയില്ല ഇവിടെ. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ പോസിറ്റീവ് തിങ്കിങ് ആണ് ആവശ്യം. നിങ്ങൾ യൂണിവേഴ്സിനോട് മാനിഫെസ്റ്റ് ചെയ്യാം. ഇവിടെ ഫുൾ മൂൺ അഫർമേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ മടങ്ങി വരവ് മാത്രമല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. ഇവിടെ നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ, എന്താണ് നിങ്ങൾക്ക് ആവശ്യം അതൊക്കെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുവരുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ പ്രോഗ്രസ് തന്നെയാണ്, അവസരം. ആ ഡോർ ഓപ്പൺ ചെയ്യൂ. പോയതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വരാനുള്ളതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. പോയത് ചിലപ്പോൾ ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളത്, അതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് തരാനായിരിക്കും. അപ്പോൾ ഈ കാർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓറക്കൽ ഡെക്ക് എടുക്കാം. എന്താണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ പോകുന്നത് എന്ന് നോക്കാം. മാനിഫെസ്റ്റ് ചെയ്യൂ കേട്ടോ. ഫുൾ മൂൺ അഫർമേഷൻ ചെയ്യുക. വീണ്ടും വീണ്ടും പറയുകയാണ്, ഞാൻ ചെയ്തിട്ടുണ്ട്, എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ സാധിച്ചു കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടും ഒത്തിരി പേർക്ക് കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് പറയുന്നത്. നെഗ്ലക്റ്റഡ് എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഐ ഫെയിൽ ടു ഗിവ് യു വാട്ട് യു നീഡ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ആവശ്യം നിറവേറ്റാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല എന്ന് അവർ പറയുന്നു. അപ്പോൾ അവർ പരാജയപ്പെട്ടു എന്നവർ ചിന്തിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ നൽകിയതുപോലെയുള്ള സ്നേഹവും കരുതലും ഒന്നും നിങ്ങൾക്ക് തിരിച്ചു നൽകാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല, അല്ലേ? അത് അവർ ഇപ്പോൾ തിരിച്ചറിയുന്നു. ആ ഒരു കാര്യം അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ അവർ നിങ്ങൾക്ക് സ്നേഹമൊക്കെ തരും കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ നിങ്ങളിൽ നിന്നും മോൺ ചെയ്തു പോയിട്ടുള്ളത്? എന്താണ് നിങ്ങളോട് അവർ പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സീക്രട്ട് എന്നൊക്കെ വരും ദിവസങ്ങളിൽ നിങ്ങൾക്കറിയാം. ഫൈവ് ഓഫ് സോർട്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഒരു വ്യക്തിയുടെ രണ്ട് തലങ്ങളെയാണ് കാണിക്കുന്നത്, രണ്ട് കാഴ്ചപ്പാടുകളെയാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെയേറെ തളർന്നിരുന്ന, അതായത് ഇവിടെ ഫൈവ് ഓഫ് പെൻറ്റക്കിൾ കിട്ടിയല്ലോ. അപ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ ലോസ് വന്നിട്ടുണ്ട്, അസുഖങ്ങൾ വന്നിട്ടുണ്ട്, സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടം വന്നിട്ടുണ്ട്. അങ്ങനെ വളരെയേറെ തളർന്നിരുന്ന നിങ്ങൾക്ക് ഒരു ഇൻസ്പിരേഷൻ കിട്ടുകയാണ്. ഇൻസ്പിരേഷൻ എഗെയിൻ നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവ് സൈൻ വരികയാണ്. ഞാനിങ്ങനെ വിഷമിച്ചിരുന്നാൽ പറ്റില്ല, എൻ്റെ കൂടെ ആരുണ്ട്? എൻ്റെ പ്രപഞ്ചമുണ്ട്, എൻ്റെ യൂണിവേഴ്സ് ഉണ്ട്. ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് നോക്കിയാലേ പറ്റുള്ളൂ. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഫിനാൻഷ്യൽ പരമായിട്ടുള്ള ലോസ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എന്താണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ നേട്ടം, നിങ്ങളുടെ ഫ്യൂച്ചർ, ആ ഒരു ലക്ഷ്യത്തെയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. അമ്പും വില്ലുമായി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തെയാണ് കാണിക്കുന്നത്. ഇവിടെ പൂർണ്ണമായിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നത് പ്രപഞ്ചശക്തിയിലാണ്. ആ പ്രപഞ്ചശക്തി തന്നെയാണ് നിങ്ങൾക്ക് ഒരു എനർജി തരുന്നതും നിങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നതും.
ഈ ഒരു കാർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒറക്കിൾ ഡെക്ക് എടുക്കാം. യൂണിവേഴ്സ് അങ്ങനെ ആരെയും വിഷമിപ്പിക്കില്ല കേട്ടോ. എന്തെങ്കിലും ഒരു സ്റ്റക്ക് എനർജി ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ, ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങളിലേക്ക് തരാൻ തന്നെയാണ്. നിങ്ങൾക്ക് ശരിയായത് മാത്രമേ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുള്ളൂ, ഉറപ്പാണത്. അപ്പം ആരും പരാതിപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ടൈമാണ് കിട്ടിയിട്ടുള്ളത്, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. ഐ എം അഫ്രൈഡ് ഇറ്റ്സ് ടു ലേറ്റ് ടു ടേക്ക് ആക്ഷൻ. ആക്ഷൻ എടുക്കാനായിട്ട് വൈകിപ്പോയത് അവർ തന്നെയാണ്. അതിൽ അവർ ഭയക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഇനി തിരിച്ചു കിട്ടുമോ എന്നുള്ള ഭയം അവരിലുണ്ട്. നിങ്ങളുടെ മനസ്സ് പഴയതുപോലെ അവരെ സ്നേഹിക്കുമോ എന്നുള്ള ഭയമുണ്ട്. ഇനി അവരുടെ ഈ ഒരു നിലപാടിൽ നിങ്ങൾ വേദനിച്ചിട്ട് നിങ്ങളുടെ ലൈഫ് നോക്കി പോവാണ്. ഇനി നിങ്ങളെ വേണ്ട എന്ന് പറയൂ, അതായത് അവരെ വേണ്ട എന്ന് നിങ്ങൾ പറയൂ എന്നുള്ള ഭയവും അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആക്ഷൻ എടുക്കാൻ വൈകിയതിൽ നല്ലതുപോലെ വേദനിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. അവർ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക, നിങ്ങളുടെ ലൈഫിനെ നോക്കുക. ഏസ് ഓഫ് സോർട്സ് കാർഡ് അവരുടെ ലക്ഷ്യത്തെയാണ് കാണിക്കുന്നത്, നിങ്ങളിലേക്ക് തന്നെയാണ്. നിങ്ങളെന്ന വ്യക്തിയിലേക്ക് അവരിപ്പോൾ വരാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രപഞ്ച ശക്തിയായിട്ട് തന്നെ അവരെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇവിടെ പോസിറ്റീവ് തിങ്കിങ് ആണ് ആവശ്യം. പോസിറ്റീവായിട്ട് നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് ഏസ് ഓഫ് സോർട്സ് കാർഡ് പറയുന്നത്. ഇവിടെ ന്യൂ ഐഡിയ അവരുടെ മനസ്സിലുണ്ട്, അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുന്നത് ഒരു ക്ലാരിറ്റി അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ക്ലാരിറ്റി ഇനി നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് അവർക്ക് കഴിയില്ല. ആരൊക്കെ നിങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങളിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങളുമായിട്ടുള്ള ഫ്യൂച്ചർ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് കാണിക്കുന്നത്. ഒരു ബ്രൈറ്റ് ലൈറ്റാണ് നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ പേഴ്സണൽ ലക്ഷ്യവും ഒന്ന് തന്നെ, നിങ്ങളും അവരും തമ്മിലുള്ള ഒരുമിച്ചുള്ള ജീവിതം. ഇവിടെ യൂണിവേഴ്സ് അവിടേക്ക് എത്തിക്കുന്നു. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ബ്രില്യൻ്റ് മൊമെൻ്റ് ഓഫ് ക്ലാരിറ്റി ആണെന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുകയാണ്. യൂണിവേഴ്സ് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തിക്കുന്നു എന്ന് തന്നെയാണ് കാർഡ്സിലൂടെ പറയുന്നത്. ഒരു കാർഡും കൂടി എടുത്തിട്ട് നമുക്ക് റീഡിങ് അവസാനിപ്പിക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഇവിടെ കാണിച്ചു തന്നു. എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് നൽകുന്നത്? 7 ഓഫ് വാണ്ട്സ് കാർഡാണ്. ആക്ഷൻ എടുക്കാൻ പോകുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. സാഹസികമായിട്ട് തന്നെയാണ് അവർ ആക്ഷൻ എടുക്കാൻ പോകുന്നത്. അവർ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നഷ്ടാവും. നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് സ്വീകരിക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടെന്ന് തന്നെയാണ് കാണിക്കുന്നത്. എങ്കിൽ കൂടിയും അവർ ചിലപ്പോൾ വീണു പോവാം. സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ പല കാര്യങ്ങൾ കൊണ്ടും അവർ നിങ്ങളെക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കാം. അപ്പോൾ എല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ടും നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് അഡ്വഞ്ചറായിട്ട്, സാഹസികമായിട്ട് തന്നെയാണ് അവർ ഒരു തീരുമാനം എടുക്കുന്നത്. എന്നാൽ അത് തീരുമാനം തന്നെയാണ്, ഉറച്ച തീരുമാനത്തെയാണ് കാണിക്കുന്നത്, ഉറച്ച നിലപാടിനെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് എന്ന് ഇവിടെ കാർഡ്സ് പറയുന്നു. അവർ നിങ്ങളിലേക്ക് തന്നെയാണ് വരാനായിട്ട് ഒരുങ്ങുന്നത്. ഇവിടെ നമ്മൾ ഒറക്കിൾ ഡെക്ക് 2 എടുക്കണം. കാരണം ടാരോട്ട് കാർഡ് 2 എടുത്തിട്ടുണ്ട്, ഞാൻ വിട്ടുപോയി. നോക്കാം. റിവീൽ എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഐ വാണ്ട് ടു ടെൽ യു ദ ട്രൂത്ത്. അവർ സത്യം പറയാൻ ആഗ്രഹിക്കുന്നു. അവർ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ അവർ മനസ്സിലാക്കി വരികയാണ് നിങ്ങളെന്ന വ്യക്തിയുടെ സ്നേഹവും കരുതലും എന്ന് യൂണിവേഴ്സിയുടെ കാർഡ്സിലൂടെ പറയുകയാണ്. ഒരു ഒറക്കിൾ ഡെക്ക് കൂടെ എടുത്തിട്ട് നമുക്ക് റീഡിങ് അവസാനിപ്പിക്കാം. ഇന്ന് കുറച്ച് തിരക്കുണ്ട്, അതുകൊണ്ട് അധികം നീട്ടുന്നില്ല കേട്ടോ. ഡെസ്റ്റിനി എന്നാണ് കിട്ടിയിട്ടുള്ളത്. നോക്കാം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് എന്താണ് തോന്നുന്നത്, അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് കാണിച്ചു തരുന്നത്. ഐ ആം സ്ട്രഗ്ലിംഗ് ടു ഫൈൻഡ് ദി റൈറ്റ് പാത്ത്. നിങ്ങളുടെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. ശരിയായ പാത കണ്ടെത്താനായിട്ട് നിങ്ങൾ പാടുപെടുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് തന്നെ അറിയാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ പോകുന്നു. എന്താണ് എന്നിൽ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്?
അപ്പോൾ ഇതെല്ലാം നമ്മളുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണെന്ന് കരുതുക. നമുക്കെല്ലാം ഈസി ആയിട്ട് കിട്ടില്ല. എനിക്കും നിങ്ങൾക്കും ആർക്കും ഒന്നും ഈസി ആയിട്ട് കിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ പേഴ്സണോട് നിങ്ങൾക്ക് അത്രമാത്രം സ്നേഹം ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ വാല്യൂ മനസ്സിലാവുമോ? അതുപോലെ തന്നെ തിരിച്ചും നിങ്ങളെന്ന വ്യക്തിയുടെ സ്നേഹമൊക്കെ അവർക്ക് ഈസി ആയിട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ വാല്യൂ അവർക്ക് മനസ്സിലാവുമോ? അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു സെപ്പറേഷനിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നമ്മളുടെ വാല്യൂ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്ന പേഴ്സൺ നമ്മുടെ ലൈഫിൽ വേണം. എന്നാൽ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ. പാസ്റ്റിൽ ആദ്യ കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ പേഴ്സന് നിങ്ങളുടെ വാല്യൂ മനസ്സിലായിട്ടുണ്ടാവില്ല. ആ ഒരു വാല്യൂ മനസ്സിലാവാനായിട്ടുള്ള കാലയളവാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാൻ, നിങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാൻ അതിനുള്ളൊരു കാലയളവ്. അതിന് നമ്മൾ സമയം കൊടുത്തേ പറ്റുള്ളൂ. അതിനുള്ള സമയം യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് കരുതിയാൽ മതി. ഇനി ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഒരു കാർഡും കൂടി എടുക്കാം. നിങ്ങൾക്ക് ശരിയായ പാത കിട്ടുന്നില്ല, ശരിയായ വഴി അറിയുന്നില്ല എന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ? എന്താണ് യൂണിവേഴ്സ് അവരുടെ ടെൻഷൻ കുറയ്ക്കാനായിട്ടുള്ള ഒരു കാർഡ് കൊടുക്കണം കേട്ടോ. വാല്യൂസ് ആണ് കാണിക്കുന്നത്. വി ഹാവ് ടു മെനി ഡിഫറൻസ്. അപ്പോൾ നിങ്ങളും അവരും തമ്മിൽ ഒരുപാട് അന്തരം ഉണ്ടായിരിക്കണം. ഫിനാൻഷ്യൽ പരമായിട്ട് പാസ്റ്റിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്നുമല്ലാതിരിക്കണം അല്ലേ? അപ്പോൾ അവർ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? അവരുടെ കരിയറിന് വേണ്ടിയിട്ടായിരിക്കണം, അവരുടെ ആ ഒരു ജീവിത രീതിക്ക്, അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ടായിരിക്കണം. അപ്പോൾ അതാണ് നിങ്ങൾക്കിവിടെ ഒരു ശരിയായ ദിശ കണ്ടെത്താൻ പറ്റാത്തത്, നിങ്ങളുടെ ലൈഫ് എന്തെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തത്. നിങ്ങളോട് അവർ പറഞ്ഞിട്ടുണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവണം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതിന് വ്യൂവറോട് എനിക്ക് പറയാനുള്ളത് എന്തറിയോ? ശരി, പണത്തിൻ്റെ മൂല്യം തന്നെയാണ്, അതില്ലെങ്കിൽ ഒരു കാര്യവും നടക്കില്ല. പക്ഷേ അതിനേക്കാളും മൂല്യമുള്ളത് നിങ്ങളുടെ സ്നേഹമാണ്, നിങ്ങളെന്ന വ്യക്തിയുടെ കരുതലാണെന്ന് ഇന്ന് അവൾ തിരിച്ചറിയുന്നുണ്ട്, അല്ലെങ്കിൽ അവർ തിരിച്ചറിയുന്നുണ്ട് അല്ലേ? ഒരു കാർഡും കൂടി എടുക്കാം. ഈഗോ എന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു ഈഗോ ഉള്ള ഒരു വ്യക്തിയായിരിക്കണം നിങ്ങളുടെ പേഴ്സൺ. ഐ ലെറ്റ് മൈ പ്രൈഡ് ഗെറ്റ് ഇൻ ദ വേ ഓഫ് അവർ കണക്ഷൻ. അപ്പോൾ ഈഗോ ഉണ്ടെങ്കിൽ അത് മാറ്റിക്കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും. നിങ്ങൾ ടെൻഷൻ ആവേണ്ട. അപ്പോൾ അവരുടെ അഭിമാനം തന്നെയാണ് അവർ നിങ്ങളെ അവരുടെ ലൈഫിൽ നിന്നും താൽക്കാലികമായിട്ട് മാറ്റി നിർത്തിയിട്ടുള്ളത്. ഇവരുടെ വാല്യൂസ് കാണിക്കുന്നു, ഈഗോ കാണിക്കുന്നു. ഈ രണ്ട് കാര്യം തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മാറി നിൽക്കാനായിട്ടുണ്ടായ കാര്യം, സെപ്പറേഷൻ വരാനായിട്ടുണ്ടായ കാര്യം. എന്നാലേ യൂണിവേഴ്സ് നിങ്ങളെ അങ്ങനെ തോൽപ്പിക്കൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? തിരിച്ചറിവ് വന്നുകൊണ്ട് അവർ വേദനിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ശരി, എന്താണ് ഒരു ജീവിതത്തിൽ ആവശ്യം, ആരാണ് കൂടെ ഉണ്ടാവേണ്ടത് എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് അവരിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് കാര്യം കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും. അൺഅപ്രീഷിയേറ്റഡ് എന്നാണ് കാർഡ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ പ്രണയിക്കുന്ന സമയത്ത് നിങ്ങൾ കരുതിയത് ഇതിനൊന്നും അവർ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അവരുടെ കരിയർ, അവരുടേതായ കാര്യങ്ങൾ, അവർക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾക്കൊന്നും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. നിങ്ങളെയാണ് കൂടുതൽ സ്നേഹിച്ചിരുന്നത് എന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്നു. പിന്നീടാണ് നിങ്ങൾക്ക് അത് ബോധ്യമായത് എന്ത്, നിങ്ങളെക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒത്തിരി ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങളത് വലിയ കാര്യമാക്കിയിട്ടുള്ള കാര്യമൊന്നും ആയിരുന്നില്ല. പിന്നീടാണ് നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുള്ളത്. ഇപ്പോഴും ഒരു വ്യക്തത കിട്ടിയിട്ടില്ല അല്ലേ? നോക്കാം, ഒരു കാർഡ് കൂടി നോക്കാം. ടാരോ കാർഡ് എടുത്തിട്ട് നമുക്ക് ഓരോ കാർഡൊക്കെ എടുക്കാം. ഇപ്പോൾ പലർക്കും സംശയം ഉണ്ടാവാം. 6 ഓഫ് സോർഡ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുണ്ടായിട്ടുള്ള കാര്യത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. നിങ്ങളുണ്ടായ മാറ്റത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു.
ഇവിടെ ഒരു ട്രാൻസിഷനെയാണ് കാണിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും സെപ്പറേഷനിലാണെന്ന് തന്നെയാണ് കാർഡ് കാണിക്കുന്നത്. ഇവിടെ ഒരാൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. നിങ്ങളെ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. ഇവിടെ പാസ്റ്റിലെ കാര്യങ്ങളെ ഓർത്തെടുക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ ഒരു തുടക്കത്തെ ആയിട്ട് കാണിക്കുമ്പോൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരൊക്കെയുണ്ട്? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കാര്യങ്ങൾ അവരുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്തിരിക്കണം. അപ്പോൾ അവർ നിങ്ങളെ ബന്ധത്തിൽ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാർഡ് പറയുന്നു. ഇവിടെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത്, ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവ് തന്നെയാണ്. ഇവിടെ ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു സാഹചര്യം ഈസി ആയിട്ട് ക്രോസ് ചെയ്യാനായിട്ട് ആർക്ക് സാധിക്കും? നിങ്ങൾക്ക് സാധിക്കും. ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളെ ഒന്നിപ്പിക്കാൻ പോവുകയാണ് എന്ന് തന്നെയാണ് ടാരോ കാർഡ് പറയുന്നത്. ഇവിടെ ഓറക്കിൾ ഡെക്ക് ഒരെണ്ണം കൂടി എടുക്കാം. റിഫ്ലക്ഷൻ എന്നാണ് കിട്ടിയിട്ടുള്ളത്. ബീയിങ് അവേ ഫ്രം യു ഹാസ് അലൗഡ് മീ ടു ഗെയിൻ ക്ലാരിറ്റി. ഇവിടെ റിഫ്ലക്ഷൻ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യത്തെ കാണിക്കുന്നു. കാണുന്നുണ്ടോ? നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. ഈ ഒരു അകൽച്ച എന്ന് പറയുന്നത് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരു വ്യക്തത നൽകുവാനായിട്ടുള്ള ആ ഒരു സാഹചര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളത്, അവിടെ അതിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, നിങ്ങളുടെ സ്നേഹത്തിനാണ് എന്നുള്ള തിരിച്ചറിവ്, നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് അവർക്ക് സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത്. അവർ നല്ല രീതിയിൽ വേദനിക്കുന്നുണ്ട്. തിരിച്ചറിവ് വന്നുകൊണ്ട് നിങ്ങളെ ഇനി നഷ്ടപ്പെടുത്താനായിട്ട് അവർക്ക് സാധിക്കില്ല എന്ന് തന്നെയാണ് ഇവിടെ കാർഡ് പറയുന്നത്. ഈ റീഡിംഗ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുവാനുള്ള എല്ലാ സാധ്യതയും ഇവിടെ കാണിക്കുന്നു. നാളെ ഫുൾ മൂൺ ആണ്. അഫർമേഷൻ ചെയ്യാം, നല്ലതുപോലെ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുന്നു എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. പോസിറ്റീവ് തിങ്കിങ് കൊണ്ടുവരാം. ഈ റീഡിംഗ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.